അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ബാബുർ റജാ, അള്ളാഹുടെ റഹ്മത്തെ ആഗ്രഹിക്കട്ടെ എന്ന വിഷയത്തിലുള്ള ഹദീസുകൾ വിവരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് 427 ഹദീസായിട്ട് വിവരിക്കോണ്ട്. എന്തായിട്ട് ഈ ഹദീസിൽ ചൊല്ലത്? ഖുർആനിൽ ചൊന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഇബ്രാഹിം സൂറത്തിലെ 27 ആയത്ത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും പിന്നെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല എന്താക്കട വറച്ച കൗല് കൊണ്ട് അള്ളാഹു ഉറപ്പിച്ച് നിപ്പാട്ടു എന്നുള്ളത്. എന്തായിട്ട് ഇവിടെ അതിൽ ചൊന്നത്? അതായത് ഈമാനുണ്ടോ? ഖബറിൽ ചോദ്യം കേൾക്കുമ്പോൾ മർ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്നുള്ള ചോദ്യം പറയുമ്പോൾ മോമിനായ മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലേ, ഇത് കറക്റ്റ് ചൊന്നേം കണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ റബ്ബുണ്ടും ഇസ്ലാം എൻ്റെ ദീനുണ്ടും മുഹമ്മദ് നബി എൻ്റെ റസൂലുണ്ടുള്ളത് എല്ലാ ഉത്തരയില്ലേ. അപ്പോൾ അതെന്താ ഒരു മനുഷ്യർക്ക് ഖബറിൽ മുഅ്മിനായ ഒരു മനുഷ്യർക്ക് മുസ്ലിമായ ഒരു മനുഷ്യർ ഖബറിൽ ചോദ്യം കേൾക്കുമ്പോൾ ഈ നിലക്ക് അവർക്ക് ഉത്തരം ചെയ്യുക സാധിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. അപ്പം ആ ആയത്ര ഉദ്ദേശം ഇതായിട്ടിട്ട് അവൻ്റെ ഖബറിൽ ചോദ്യം കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ല അവന് ഉത്തരം കൊടുക്കുകയാണ്. അപ്പം അതിലെല്ലാം വന്നത് നൻ്റെ റബ്ബ് അള്ളാഹു, നൻ്റെ ദീൻ ഇസ്ലാം, നൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം ഈ ഷഹാദത്ത് കലിമാൻ ചൊല്ലത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത് ഇസ്ലാമിയുടെ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളിക്കട ഒന്നായിട്ടിക്കട. ഇത് ഹെഡിങ് ആയിട്ടിക്കട്. ഇതിലേത് പണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിയായി വിശ്വസിച്ചാൻ കണ്ടെങ്കിൽ എല്ലാ അമ്പിയാക്കന്മാരെയും കൊണ്ട് അവനെ വിശ്വസിക്കണം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അപ്പോൾ ഈമാൻ എന്നുള്ള ഇപ്പോൾ ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത് അത് ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒന്നായിട്ടിക്കട്. അപ്പോൾ മോമിനായ മനുഷ്യൻ അവിടെ എന്താക്കുക, അതൊക്കെ പട്ടക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതായിട്ടിക്കട്. ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിലോ പിന്നെ മലക്ക് ചൊല്ലത് നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ അവൻ്റെ ഖബറുകൾ ലിങ്കാക്കി കൊടുക്കില്ല. അപ്പം ഖബറിൽ വെച്ചിട്ട് തന്നെ സ്വർഗത്തെ നിഅമത്ത് അവൻ ആസ്വദിക്കല്, സ്വർഗീയ നിയമത്തുകൾ ആസ്വദിക്കുള്ളൂ. അതാ ഈമാന്റെ പവർ അനുസരിച്ചിട്ട് ആ സ്വർഗീയ നിയമത്തുകൾ ആസ്വദിക്കുന്നത് എല്ലാവരും ഒരുപോലെയല്ല. അങ്ങനെ ഈമാനും തത്വം അനുസരിച്ചിട്ട് വ്യത്യാസിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഖബറിൽ ഉത്തര ചെയ്താൻ കണ്ടെങ്കിൽ അവനെന്താക്കട ആ സ്വർഗീയത്തെ നിയമത്തുകൾ അവനക്ക് ആസ്വദിക്കോളും. ആ ഹദീസായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസ് വിവരിക്കാം. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. 427 വാനിൽ ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അൽ മുസ്ലിമു ഒരു മുസ്ലിമായ മനുഷ്യൻ ഇദാ സുഇല ഖബ്രി ഫിൽ ഖബ്രി ഖബറിൽ ചോദിക്കപ്പെട്ടാൽ, ഖബറിൽ വെച്ചാൽ കണ്ടെങ്കിൽ അവിടെ ചോദ്യമില്ലേ, മലക്കിലെ ചോദ്യം. യഷ്ഹദു അപ്പോൾ അവൻ ഷഹാദത്ത് ചൊല്ലും, ഞാൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവൻ സാക്ഷ്യം വഹിക്കും. എങ്ങനെ സാക്ഷ്യം വഹിക്കും? അൻ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായവൻ അള്ളാഹു അല്ലാണ്ട് വേറെ ആരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കും. അഷ്ഹദു എന്നതിനർത്ഥം പലവട്ടം ഞാൻ ചൊന്നതായിട്ടിക്കട് നൻ്റെ കൽബിൽ ഇങ്ങനത്തെ വിശ്വാസം ഉണ്ട് എന്നതൊക്കെ നൻ്റെ നാവിടെ ഞാൻ സാക്ഷിയാക്കടെ എന്നായിട്ടിക്കട്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നതിന് നൻ്റെ കൽബിൽ ഈ വിശ്വാസം ഉണ്ട്. അത് സ്കാൻ ആക്കിയിട്ട് നോക്കുക എന്താവില്ലേ, അത് നോക്കടെ ഗൊന്തുവാവില്ലേ അല്ലേ. അപ്പോൾ അത് കൽബിലുള്ളൊരു വിശ്വാസമായിട്ടിക്കട്. ആ വിശ്വാസം അങ്ങനെ ഉണ്ട് എന്നതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ നാവിടെ മാത്രമേ ഞങ്ങൾക്ക് സാക്ഷി നിപ്പാട്ടൊക്കെ വരും. അപ്പം നാവ് അതിൽ ചൊല്ലത് അഷ്ഹദു നൻ്റെ കൽബിൽ ഇങ്ങനത്തെ വിശ്വാസം ഉണ്ട് എന്നതൊക്കെ നൻ്റെ നാവിടെ ഞാൻ സാക്ഷിയാക്കുക എന്നുള്ളത്. അതായത് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഞങ്ങൾ അതിൽ അർത്ഥം വെക്കൽ അത് എന്തിനൊന്ന് മനസ്സിലാക്കുന്ന എക്സ്പ്ലെയിൻ ആക്കിയാൽ മാത്രം. ഫദാലിക ഖൗലുഹു തആല, അത് ഖബറിൽ ചോദ്യം കേൾക്കുമ്പോൾ അവൻ എന്തിനു ചൊല്ല? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു
മൂമിനീങ്ങളെ അള്ളാഹു ഉറപ്പിച്ച് നിപ്പാട്ട ബിൽ കൗലി സാബിത്തായ കൗൽ, ഉറച്ച കൗൽ, ഫിൽ ഹയാത്ത് ദുനിയാവിലും ഫിൽ ആഖിറത്തി, ആഖിറത്തിലും. ദുനിയാവിലും എന്തെങ്കിലും മരിക്കിടയ്ക്ക് മുതൽ ആഖിറത്തിന് മരിച്ചാൽ പിന്നെ ഏത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ ഷഹാദത്ത് കലിമയിൽ അള്ളാഹു ഉറപ്പിച്ച് നിപ്പാട്ട എന്നുള്ളത്. സൂറത്ത് ഇബ്രാഹിം 27 മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ ഹദീസിൽ ഞങ്ങൾ എന്തായിട്ടിരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടേ ഒരു മുസ്ലിമോ കണ്ടെങ്കിലോ എനിക്ക് കബറിൽ എന്താക്കുക, ധൈര്യത്തിൽ എനിക്ക് ഉത്തരം ചൊല്ലാം. ഒരു കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കണം, ഈമാൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ പേടിക്കണം. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കണം. അതുക്കുള്ള തൗഫീക്ക് വേണം, അതുക്കുള്ള ഭാഗ്യം കിട്ടണം. അള്ളാഹു അത്തരം സജ്ജനങ്ങൾ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈമാൻ നിർബന്ധമായിട്ട് ഈമാൻ എന്തെങ്കിലും രക്ഷപ്പെടുകില്ല തീരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈമാൻ രക്ഷപ്പെടുകയും ആഖിറം രക്ഷപ്പെടുകയും ഈമാൻക്ക് പവർ കൂടുകയും ഞങ്ങൾ ചെയ്യേണ്ടതെന്നായിട്ട് കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കല്, റമദാൻ മാസം നോമ്പ് പിടിക്കല്, ഹജ്ജ് ചെയ്ത്, തവാഫാക്കല്, സഈ ചെയ്ത്, സക്കാത്ത് കൊടുക്കല്, സദക്ക, ഇങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ, നല്ല സ്വഭാവത്തോടെ ആൽമാരുടെ പെരുമാരുടെ ഇതൊക്കെ ഇബാദത്തുകൾ. ആ ഇബാദത്തുകളൊക്കെ എന്താക്കണം, ജാസ്തി ചെയ്തുകൊണ്ട് ഈമാനുക്ക് പവർ ജാസ്തിയാക്കാൻ അങ്ങനെ നോക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇന്നത്തെ ഹദീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാതു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.